ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 14. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. ശ്ലോകം 19. നാന്യം ഗുണേഭ്യഃ കർത്താരം യഥാ ദ്രഷ്ടാനുപശ്യതി ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സോധിഗച്ഛതി. വിവർത്തനം. യാതൊരു കർമ്മത്തിനും പ്രകൃതിയുടെ ഈ ത്രിഗുണങ്ങളല്ലാതെ വേറെ കർത്താവില്ലെന്ന് ശരിയായി മനസ്സിലാക്കുകയും ഗുണാതീതനായ ഭഗവാനെ അറിയുകയും ചെയ്തവൻ എൻ്റെ ആധ്യാത്മിക പ്രകൃതിയെ പ്രാപിക്കുന്നു. ഭാവാർത്ഥം: ത്രിഗുണപ്രേരിതങ്ങളായ സർവകർമ്മങ്ങളെയും അതിക്രമിക്കണമെങ്കിൽ യോഗ്യതയുള്ളവരിൽ നിന്ന് അവയെപ്പറ്റി നല്ലവണ്ണം പഠിച്ചറിയുകയേ വേണ്ടൂ. കൃഷ്ണനാണ് യഥാർത്ഥ ആധ്യാത്മിക ആചാര്യൻ. അങ്ങനെയുള്ള അദ്ദേഹം അർജുനന് ഈ ജ്ഞാനം നൽകി. അതുപോലെ ശരിക്കും കൃഷ്ണാവബോധം ഉദിച്ചവരിൽ നിന്നു വേണം ത്രിഗുണാധിഷ്ഠിതമായ കർമ്മങ്ങളെക്കുറിച്ചുള്ള ഈ ശാസ്ത്രം പഠിക്കാൻ. അല്ലെങ്കിൽ ജീവിതം വഴിപിഴച്ചേക്കും. വിശ്വാസ്യനായ ആധ്യാത്മിക ഗുരുവിൻ്റെ ഉപദേശത്തിലൂടെ ഒരാൾക്ക് തൻ്റെ ആധ്യാത്മിക നിലയെക്കുറിച്ചും ഭൗതിക ശരീരത്തെക്കുറിച്ചും ഇന്ദ്രിയങ്ങളെക്കുറിച്ചും അറിവ് നേടാം. താൻ എങ്ങനെ ബന്ധനത്തിൽപ്പെട്ടുവെന്നും പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ എത്രത്തോളം ആകൃഷ്ടനായിട്ടുണ്ടെന്നും ഗ്രഹിക്കാം. ഇവയുടെ നീരാളിപ്പിടുത്തത്തിൽ പെട്ടതുകൊണ്ട് നിസ്സഹായനാണയാൾ. എങ്കിലും സത്യസ്ഥിതി മനസ്സിലായാൽ അയാൾക്ക് അതീന്ദ്രിയ തലത്തിലെത്താം, ആത്മീയ ജീവിതം നയിക്കാം. വ്യത്യസ്തങ്ങളായ ഈ പ്രവർത്തനങ്ങളുടെ കർത്താവ് വാസ്തവത്തിൽ ജീവസത്തയല്ല, ഒരു പ്രത്യേക ശരീരത്തിൽ കുടികൊള്ളുന്നതിനാൽ പ്രകൃതിയുടെ ഒരു പ്രത്യേക ഗുണത്തിന് വഴങ്ങി അങ്ങനെ പ്രവർത്തിക്കാൻ നിർബന്ധിതനാവുകയാണ്. ആധ്യാത്മിക പ്രാമാണികന്റെ സഹായമില്ലാതെ തൻ്റെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കാൻ പോലുമാവില്ല. വിശ്വാസനായ ഒരു ആധ്യാത്മിക ഗുരുവിൻ്റെ സമ്പർക്കം കൊണ്ട് മാത്രമേ സത്യസ്ഥിതി അറിയാനും അങ്ങനെ പൂർണ്ണമായും കൃഷ്ണാവബോധത്തിൽ നിലയുറപ്പിക്കാനും കഴിയൂ. കൃഷ്ണാവബോധവാനായ ഒരാൾ പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ മാസ്മര ശക്തിക്ക് അധീനനല്ല. കൃഷ്ണന് സ്വയം സമർപ്പിച്ചവൻ ഭൗതിക പ്രകൃതിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് മുക്തനാണെന്ന് 7-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളതോർക്കുക. കാര്യങ്ങൾ അതേപടി കാണാൻ കഴിയുന്നവരിൽ ഭൗതിക പ്രകൃതിക്കുള്ള സ്വാധീനത കുറഞ്ഞു വരുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.